ഞാനൊരു പ്ലാൻ ഹണ്ടിങ്ങിന് പോവാണ്. പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏത് പ്ലാന്റാണ് എവിടെ നിന്നാണ് ഹണ്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പോൾ മണി പ്ലാന്റ് ലവേഴ്സൊക്കെ ഓടി വായോ. മണി പ്ലാന്റിൻ്റെ ഒരു കാട്ടിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇച്ചിരി മാറിയുള്ള ഒരു സ്പോട്ടാണ്. അവിടെ ഫുൾ ഇതുപോലെ മണി പ്ലാന്റ് പടർന്ന് കിടക്കുകയാണ് കേട്ടോ. താഴെ മാത്രമല്ല, ആ ഒരു പ്രദേശത്തുള്ള മരത്തിൽ ഫുള്ള് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വലിയ ലീഫായിട്ടുള്ള മണി പ്ലാന്റ്സ് നിൽക്കുവാണ്. ഒത്തിരി തവണ ഞാൻ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കതങ്ങ് കൃത്യമായിട്ട് വർക്കായിട്ടില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് കേൾക്കാം, മണി പ്ലാന്റിന് അത്ര കെയറിങ്ങിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് പിടിച്ച് കിട്ടും എന്നാണ് പറയാറ്. പക്ഷേ എനിക്കതങ്ങനെ വർക്കായിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ആ ഒരു ലീഫിൻ്റെ ഒക്കെ ഒരു വലിപ്പം കണ്ടോ, നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന അത്രയും വലിപ്പത്തിലുള്ള ലീവ്സാണ്. ഞാനും ചിറ്റയുടെ മകളും കൂടെയാണ് പോയത്. അപ്പോൾ അതിലൊരു വലിയ ലീഫ് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. ഏറ്റവും വലുത് നോക്കിയിട്ട് പൊട്ടിക്കാൻ പറ്റിയില്ല. ഇതാ ഈ ഒരു മീഡിയം സൈസുള്ളത് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ പോയ കാര്യം കഴിഞ്ഞെങ്കിലും തിരിച്ചു വരുമ്പോഴാണ് സ്പൈഡർ ലില്ലി പ്ലാന്റ്സിൻ്റെ ഒരു കൂട്ടം തന്നെ അവിടെ നിൽക്കുന്നത് കണ്ടത്. ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗി. അപ്പോൾ പിന്നെ അതിൻ്റെ 2 തൈ കൂടെ പറിച്ചെടുക്കാമെന്ന് കരുതി. ഓൾറെഡി ഒരു പ്ലാനിങ്ങോട് പോയതുകൊണ്ട് തന്നെ കത്രികയൊക്കെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. മണി പ്ലാന്റ് മാത്രം പ്രതീക്ഷിച്ച് പോയ എനിക്ക് സ്പൈഡർ ലില്ലി പ്ലാന്റ് കൂടെ കിട്ടിയപ്പോൾ ലോട്ടറി അടിച്ച പ്രതീതിയായിരുന്നു കേട്ടോ. എന്തായാലും ഇനി തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് വേണം ഇതൊക്കെ ഒന്ന് നടാൻ വേണ്ടിയിട്ട്. ആ വീഡിയോ നെക്സ്റ്റ് ആയിട്ട് കാണിക്കാം കേട്ടോ.